ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും കമൻറ്റ് ബോക്സിലൂടെയും മറ്റും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിവിൽ സർവീസ് നേടണമെങ്കിൽ കോച്ചിങ്ങിന് പോയാൽ നിർബന്ധമാണോ എന്നുള്ളത്. ഇന്ന് പല ആളുകളും പല തെറ്റിദ്ധാരണകളും പല ആളുകൾക്കിടയിലും പരത്തിയതിൻ്റെ പേരിലും മറ്റും പല ആളുകളും ഒരു വിചാരം നിർബന്ധമായിട്ടും കോച്ചിങ്ങിന് പോയാലേ സിവിൽ സർവീസ് കിട്ടും എന്നുള്ളൊരു ധാരണ ഉള്ളവരുണ്ട്. അപ്പോൾ അവരോട് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, സിവിൽ സർവീസിന് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് കോച്ചിങ് നിർബന്ധമാണെന്നുള്ളൊരു അവസ്ഥയൊന്നുമില്ല. കോച്ചിങ്ങിന് ഒരു കോച്ചിങ്ങിനും പോവാതെ സിവിൽ സർവീസ് നേടിയ ധാരാളം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ അറിയുന്ന ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അവരുടെ പേര് രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ധാരാളം ആളുകൾ സെൽഫായിട്ട് പഠിച്ച് സിവിൽ സർവീസ് നേടിയ ആളുകളുണ്ട്. പക്ഷേ സെൽഫായിട്ട് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇനി കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടാവണം നമ്മളുടെ പഠനം. എങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിലും കോച്ചിങ്ങിന് പോയിട്ടില്ലെങ്കിലും ഒരിക്കലും ഒരു പ്രശ്നമില്ല. സിവിൽ സർവീസ് നമുക്ക് ഈസിയായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സിവിൽ സർവീസ് നേടിയെടുക്കുന്ന നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ ലക്ഷ്യം നമുക്ക് സ്ട്രോങ് ആണെന്നുള്ളതാണ്. അത് നേടിയെടുക്കുന്നത് വരെ നേടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സ് തയ്യാറാണോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അത് അതിൻ്റെ മുന്നായിട്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സഹായമാകുന്ന രീതിയിൽ അവർക്കുള്ള പല മെറ്റീരിയലും പല സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടാനുണ്ട് നല്ല. അപ്പോൾ അത്തരത്തിൽ പല സോഴ്സുകൾ കിടക്കുന്ന മെറ്റീരിയലെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റുന്ന രീതിയിലും, അതുപോലെ തന്നെ NCERT മറ്റുള്ള ബുക്സുകളൊക്കെ അതിൻ്റെയൊക്കെ PDF കിട്ടുന്ന രീതിയിലുള്ള ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ചേരാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു മെൻറ്ററിങ് പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യമുണ്ടെങ്കിലോ അതുപോലെ തന്നെ അതിൽ ചേരണം ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെയുള്ള ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി പറയുന്ന ഒരു വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പല പ്രാവശ്യവും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലാതെ കോച്ചിങ്ങിന് പോയി പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എങ്ങനെ പഠിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് ആൻഡ് ബുക്സ്. ഓക്കെ, സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാണെന്നുള്ളതാണ്. നമ്മൾ UPSC നമ്മോട് പറയുന്നത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്നതല്ല. ഈ ഒരു സിലബസ് തന്നതിന് ശേഷം ഇതൊരു സിലബസ് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നതാണ് UPSC നമുക്ക് തരുന്ന നിർദ്ദേശം. അപ്പോൾ ആ സിലബസ് നമ്മൾ എവിടെ പോയി പഠിക്കുകയാണെങ്കിൽ, ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് അവർ സിലബസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് തരുന്നില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് നമ്മൾ വീട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ കൂടിയും പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ആളുകളാണ് അല്ലെങ്കിൽ സിലബസ് കാണാത്ത ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ പോയി എന്ത് ചെയ്യുക, സിലബസിൻ്റെ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് അതൊരു പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുക എന്നുള്ളത്. അത് വ്യക്തമായി ക്ലിയറായി മനസ്സിലാക്കുക. സിലബസ് ഓരോ ഏരിയകളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ, അത് ഹിസ്റ്ററിയിൽ തന്നെ പൊളിറ്റിയിലായാലും മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻ, ഓരോ ഏരിയയിലും നമ്മൾ UPSCയുടെ ആവശ്യം ഡിമാൻഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സിലബസാണ്. അതുപോലെ തന്നെ ബുക്സാണ്. ചില സ്റ്റാൻഡേർഡ് ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ബുക്സുകൾ നിങ്ങൾ വായിക്കൽ വളരെ അത്യാവശ്യമാണ്. അതിലാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഏതൊക്കെ ബുക്സ് വായിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലിങ്ക് ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൽ കയറി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സിലബസ് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ ബുക്സുകളും കവർ ചെയ്യാമെന്നുള്ള. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ റൈറ്റിംഗ് ആണ്. ഓക്കെ, UPSC എന്ത് ചോദിക്കും എന്നുള്ളത് അവർ സിലബസിലൂടെ പറഞ്ഞെങ്കിൽ എങ്ങനെ ചോദിക്കും നമുക്ക് UPSCയെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക, അതിൻ്റെ ആൻസേഴ്സ് ചെയ്ത് നോക്കുക. അത് പ്രിലിംസിനായാലും മെയിൻസിനായാലും രണ്ടിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വ്യക്തമായിട്ട് എങ്ങനെയാണ് UPSC ചോദിക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. ആ പാറ്റേണിലുള്ള ചേഞ്ച് മനസ്സിലാക്കി വെക്കുക. ആ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, വീട്ടിലിരുന്നാണെങ്കിൽ കൂടിയും പഠിക്കുക. ഇനി കോച്ചിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിലും ഈ ഡിമാൻഡിന് ഉതകുന്ന രീതിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിക്കുന്നുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്.
മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിലും കോച്ചിങ്ങിന് പോയി പഠിക്കുകയാണെങ്കിലും സിവിൽ സർവീസ് നേടാൻ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള ചേരേണ്ട ഒന്നാണ് മോക്ക് ടെസ്റ്റ്. അത് പ്രിലിംസിനായാലും മെയിൻസിനായാലും. പ്രിലിംസ് ആണെങ്കിൽ പ്രിലിംസിൻ്റെ ഒരു 3, 4, 5 അല്ലെങ്കിൽ ഈ ഡിസംബർ, ജനുവരി മാസങ്ങൾ മുതലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ടെസ്റ്റ് സീരീസിൽ ചേർന്നാലേ നമ്മളുടെ പഠനം എത്രത്തോളം എത്തി, ഇനി എത്രത്തോളം പഠിക്കാനുണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂന്നാമതൊരാൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ മെയിൻസിനും ഓപ്ഷണൽ സബ്ജക്റ്റിനും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് ചേർന്നുകൊണ്ട് ഓക്കെ നമ്മളുടെ നിലവാരം നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റാണ്. നല്ല മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യുമ്പം കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾ 1-2 ആളുകളോടൊക്കെ റെഫർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക. ധാരാളം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുളച്ച് വരുന്ന ഒരു കാലമാണിത്. നല്ല ക്വാളിറ്റിയുള്ള സ്ഥലങ്ങളിൽ തന്നെ എന്ത് ചെയ്യുക, പോയി അത് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് മൂന്നാമത് ചെയ്യേണ്ടത്. നാലാമതായിട്ട് എപ്പോഴും നമുക്കൊരു വഴികാട്ടി ഉണ്ടാവും, ഒരു ഗൈഡ് ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഏതൊരു യാത്ര പോവുകയാണെങ്കിലും, ഇതൊരു യാത്രയാണ്, ഒരു പ്രയാണമാണ്, നമ്മൾ വിജയത്തിലേക്കുള്ള പ്രയാണം. ആ പ്രയാണത്തിൽ നമ്മളെ കറക്റ്റ് വ്യക്തമായ ട്രാക്കിലൂടെ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെൻറ്റർ വേണം എന്നുള്ളതാണ്. അപ്പോൾ നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെൻറ്ററാണ്. മെൻറ്ററായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒന്നെങ്കിൽ സിവിൽ സർവീസ് നേടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററായി തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ സിവിൽ സർവീസിന് പഠിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പ്രാവശ്യമൊക്കെ മെയിൻസ് എഴുതിയും ഒക്കെ ഇൻ്റർവ്യൂവിന് പോയ ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത്തരം ഒരാളെ നിങ്ങൾ കണ്ടെത്തി ഒരു മെൻറ്ററായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ ഒരു ഗൈഡൻസ് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സഹായിക്കും. ഓരോ സമയത്തും ഞാൻ പഠിക്കുന്ന രീതി കറക്റ്റാണോ, ഞാൻ പോകുന്ന രീതി കറക്റ്റാണോ, ട്രാക്ക് UPSCയിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള റോഡിലൂടെയാണോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് ചോദിക്കാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് മെൻറ്റർ. അപ്പോൾ ഒരു മെൻറ്ററെ കണ്ടെത്തുക. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരാളുകളെ മെൻറ്ററായിട്ട് നിങ്ങൾ കിട്ടുമെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിന് തീർച്ചയായിട്ടും അവരെയും ഒരു ഭാഗമാക്കി മാറ്റുക. അവരെയും കൂടി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അത്തരത്തിൽ ഒരു മെൻറ്ററെ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ നമ്മളൊരു മെൻറ്ററിങ് പ്രോഗ്രാം ഇത്തരത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തന്നുകൊണ്ട് ആ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള മെൻറ്ററിങ് പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ സിലബസ് ആൻഡ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് സിലബസാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിന് കൂടെ ആൻസർ റൈറ്റിംഗ് നിങ്ങൾ ചെയ്യണം. മൂന്നാമതായിട്ട് മോക്ക് ടെസ്റ്റ്, നാലാമതായിട്ട് മെൻറ്ററിങ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് സെൽഫാണെങ്കിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സിവിൽ സർവീസിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ പഠിക്കുന്ന സിവിൽ കോച്ചിങ്ങിന് പോയി പഠിക്കുകയാണെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും സിവിൽ സർവീസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സുകളും എന്ത് ചെയ്യാവുന്ന നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ബൈ.